ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും ലഭിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായം 1-ാം വാക്യം അത് നമുക്കിപ്പോൾ വായിക്കാം. കൊലോസ്യർ 3-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരു വിശ്വാസി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തി അവന് വിശ്വസിപ്പാൻ കഴിയണം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. എങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം, അടക്കപ്പെടണം. എന്നാൽ മാത്രമാണല്ലോ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ വിശ്വാസ ജീവിതത്തിലെ ഒരു യഥാർത്ഥ വിശ്വാസി വിശ്വസിപ്പാനായിട്ട് കഴിയണം, താൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. എന്താണ് ആത്മീയ അർത്ഥം? ആത്മീയ അർത്ഥം ഇതാവുന്നു: പഴയ ജീവിതത്തോട് വിട പറയുക, പുതിയ ജീവിത ശൈലി സ്വീകരിക്കുക. പഴയൊരു ജീവിതം, പാപജീവിതം, തെറ്റുകൾ ചെയ്തിരുന്നതായ ഒരു കാലം, അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തോട് അല്ലെങ്കിൽ ആ ജീവിതത്തോട് നാം വിട പറയുക. അതാണ് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുന്നതായ അനുഭവം. പഴയതിനെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കുക. എന്നിട്ട് പുതിയ ഒരു ജീവിത ശൈലി നാം സ്വീകരിക്കുക. പഴയതിനെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നാം കടന്നു വരിക. ഇതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ അനുഭവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഉണ്ടായിരിക്കണം. പഴയതെല്ലാം അവൻ വിട്ടുകളയേണ്ടിയിരിക്കുന്നു. പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ കടന്ന് വരേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തു ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നു. അപ്പോൾ പിന്നെ അയാൾ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ടത് എന്താണ്? ഉയരത്തിലുള്ളത്, സ്വർഗത്തിലുള്ള ആ കാര്യങ്ങളെയാണ് അയാൾ അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് അയാളുടെ ജീവിതത്തിലെ ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് യേശു ഇരിക്കുന്നു എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു.
ഇതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഒരു സംഭവം കാണുവാനായിട്ട് കഴിയും. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നു എന്നുള്ളതായ ആ പൗലോസ് അപ്പോസ്തലന്റെ ഈ പ്രസ്താവന സ്തെഫാനോസ് എന്ന ഒരു കർത്തൃദാസനെ യഹൂദ ജനം, പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം ചേർന്ന് കൊല ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണ്? സ്തെഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി അവരോട് സംസാരിച്ചു. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പ്രവാചകന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സ്നാപകനെ അവർ കൊന്നു. അതിനു മുമ്പുള്ളതായ പ്രവാചകന്മാരെല്ലാം അവർ കൊന്നുകളഞ്ഞു. ഇത് കേട്ടപ്പോൾ യഹൂദന്മാർക്ക് അരിശം മൂത്തു. അവർ പല്ലി അടിച്ച് അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് കല്ലുകളുമായി ഓടി വന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക്, ഉയരത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ കാണുന്നത്? കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം ദൈവത്തിന്റെ മഹത്വവും സ്തെഫാനോസ് കാണുകയാണ്. വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച. ആ കാഴ്ച സ്തെഫാനോസ് കണ്ടു. അതോടുകൂടെ യഹൂദന്മാർ കല്ലുകൾ എറിഞ്ഞു. ഏറുകൊണ്ട വേദന സഹിച്ച് സ്തെഫാനോസ് മുട്ടുകുത്തി തന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നതായ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവനെ വിട്ടു. അപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനെ തന്റെ വലത്തെ ഭാഗത്ത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് വചനം പറയുന്നു, അതിനെക്കുറിച്ച്, ആ ഉയരത്തിലുള്ളതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണമെന്ന്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ചിന്തയും അന്വേഷണമെല്ലാം അധികമായി ഈ ലോകത്തോട് ബന്ധപ്പെട്ടാകരുത് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഈ ലോകത്തിൽ നമുക്ക് സമ്പാദിച്ചു കൂട്ടേണ്ട കാര്യങ്ങളല്ല, ഈ ലോകത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളല്ല നാം അധികമായി ചെയ്യേണ്ടത്. മനോഹരമായ ഒരു ഭവനം ഉണ്ടാക്കണം, നല്ലൊരു ജോലി ഉണ്ടാകണം, കൃഷിസ്ഥലങ്ങൾ ഉണ്ടാകണം, കൃഷി ചെയ്യണം, പണം സമ്പാദിക്കണം, വാഹനങ്ങൾ വാങ്ങണം, ഒരുപാട് കാര്യങ്ങൾ ലോകത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ശ്രദ്ധ മുഴുവൻ ഇതായിരിക്കരുത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇത് ആവശ്യമാണ്, എന്നാൽ ഇതിനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ മുൻഗണന നാം കൊടുക്കരുത്. എന്നാൽ സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. സ്വർഗത്തിലുള്ളത്, ക്രിസ്തു ഇരിക്കുന്ന ഇടം, അതിനെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായ ഒരു ചിന്ത, നിത്യമായ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം സ്വർഗത്തിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതായ ഒരു ചിന്ത. എത്ര മനോഹരമായൊരു ചിന്തയാണ്. ഈ ലോകത്തിൽ ഒരു ഭവനം ഉണ്ടാക്കുവാനായിട്ട് പലരും ഏറെ അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യ നിർമ്മിതമല്ലാത്ത, മനുഷ്യന്റെ കയ്യിൽ കൊണ്ടല്ലാതെ പണിയപ്പെട്ടതായ ഒരു നിത്യമായ ഭവനം, നശിച്ചു പോകുന്ന ഭവനമല്ല, നിത്യമായ ഭവനം നമുക്കുണ്ട് എന്ന് പറയുന്നു.
അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, നമുക്ക് ദൈവ സന്നദ്ധിയിൽ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളുടെ പ്രത്യേകത എന്താണ്? ദൈവവചനത്തിൽ പറയുന്നു, അത് ദൈവ ശക്തിയിൽ കാക്കപ്പെടുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നദ്ധിയിൽ ഒരു അവകാശമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് നഷ്ടപ്പെടാതെ ദൈവം കാത്തുകൊള്ളുന്നു. ദൈവ ശക്തിയാൽ അത് കാക്കപ്പെടുന്നു. അതിന് ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? നശിക്കാത്തതാണ്, അശുദ്ധി ഇല്ലാത്തതാണ്, കാലത്തിന് അതീതമായതാണ്. ഈ അവകാശങ്ങൾ ദൈവം നമുക്കായി നൽകുവാനായിട്ട് പോകുന്നു ഒരു ദിവസം. ഇത് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ സന്തോഷ പരിപൂർണതയും എന്നും പ്രമോദങ്ങളുമുണ്ട്. സന്തോഷത്തിന്റെ പരിപൂർണത എന്ന് പറയുമ്പോൾ തികഞ്ഞ സന്തോഷം നമുക്ക് ദൈവ സന്നദ്ധിയിൽ നിന്ന് ലഭിക്കുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് പൂർണ്ണമായ സന്തോഷം ലഭിക്കുന്നില്ല. അതിന് പരിധിയുണ്ട്. ആ സന്തോഷം മാറിപ്പോവാനുള്ളതായ സാധ്യതകളുണ്ട്. എന്നാൽ സന്തോഷത്തിന്റെ പൂർണ്ണത അത് നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുപോലെ തന്നെ എന്നും പ്രമോദങ്ങളും എന്നും സന്തോഷവും സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും നാം പഠിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുന്നതായ ഏറ്റവും വലിയ അനുഭവം രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ. എബ്രായ ഭാഷയിൽ അതിനെ സൊറ്റേറിയ എന്ന് പറയുന്നു. രക്ഷയുടെ പൂർത്തീകരണം നമുക്ക് ലഭിക്കുന്നു. രക്ഷയുടെ അനുഭവം ഈ ലോക ജീവിതത്തിൽ ആരംഭിക്കുന്നെങ്കിലും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് നിത്യതയിൽ നാം എത്തിച്ചേരുമ്പോഴാണ്. രക്ഷ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആ രക്ഷ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡെലിവറൻസ്, വിടുതൽ. രണ്ട്, സേഫ്റ്റി, സുരക്ഷിതത്വം. മൂന്ന്, പ്രിസർവേഷൻ, അതായത് പരിപാലനം. ഹീലിംഗ്, രോഗസൗഖ്യം. അഞ്ചാമത്തെ, സൗണ്ട്നെസ്, ആരോഗ്യം. ഇതെല്ലാം നമുക്ക് ഈ രക്ഷയോടനുബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതാണ് അതിന് പ്രത്യേകത. ദൈവം നമുക്ക് തരുന്നതായ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ ഒന്നായി ചിന്തിച്ചു നോക്കുക. എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം എനിക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, ലോകത്തിലെ ഒരു വ്യക്തിയും അത് കണ്ടിട്ടില്ല. അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ലോകത്തിൽ ഒരു വ്യക്തിയും അത് കേട്ടിട്ടില്ല. അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഊഹിച്ചെടുക്കുവാൻ കഴിയുമോ? കഴിയുകയില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത്തരത്തിലുള്ളതായ അതിമനോഹരമായ, നൂതനമായ, വിലയേറിയ വലിയ അവകാശങ്ങൾ, അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുവാൻ പോകുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തോട് സമരാകാതെ, ലോകത്തിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളിൽ കൂടുതലായിട്ട് നാം ഇൻവോൾവ് ചെയ്യാതെ,
നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവിക ചിന്തയിൽ നാം ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം ഇതെല്ലാം എനിക്ക് നൽകാൻ പോകുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ നമുക്ക് കഴിയണം. അതെ, ഉയരത്തിലുള്ളത്, സ്വർഗത്തിലുള്ളത് നാം ചിന്തിക്കുക എന്നിട്ട് അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. നാം ഈ ലോകത്തിൽ ഒരുപക്ഷെ ഏറെ കഷ്ടം സഹിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പീഡനങ്ങൾ നമ്മൾ ഏറ്റിട്ടുണ്ടാവാം. ഒരുപക്ഷെ കർത്താവിന് വേണ്ടി നാം മരണം സ്വീകരിച്ചിട്ടുണ്ടാകാം. സ്തെഫാനോസ് മരിച്ചുവെന്ന് നമ്മൾ കേട്ടുവല്ലോ. യേശുവിന് വേണ്ടി യേശുവിനെ പ്രസംഗിച്ചപ്പോൾ സ്തെഫാനോസ് കൊല ചെയ്യപ്പെട്ടു. ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്നു. അവൻ എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷേ നമുക്ക് വലിയ ഒരു അവകാശം ലഭിക്കാൻ പോകുന്നു. നമ്മുടെ പ്രത്യാശ അതാണ്. ഈ ലോകത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായാലും അതെല്ലാം സഹിച്ചുകൊണ്ട് യേശുവിനെ പിൻപറ്റിക്കൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിച്ചാൽ വിലയേറിയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുവാൻ പോകുന്നു. ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും, ഏത് തരത്തിലുള്ളതായ പരീക്ഷകളിലൂടെ നാം കടന്നു പോവുകയാണെങ്കിലും, എത്രമാത്രം സഹനം നമുക്ക് സഹിക്കേണ്ടി വന്നാലും അത് എൻ്റെ ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹം നൽകാൻ പോകുന്നു. ഞാൻ അതൊരു ദിവസം എൻ്റെ പിതാവായ ദൈവത്തിൽ നിന്ന് ഞാൻ വാങ്ങും. അതെനിക്ക് വേണ്ടി നഷ്ടപ്പെടാതെ ദൈവ ശക്തിയാൽ അത് കാക്കപ്പെടുന്നുണ്ട്. അതെനിക്ക് ലഭിക്കാൻ പോകുന്നു. ആ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിലൂടെ കടന്നു പോകാൻ, പോരാട്ടങ്ങളെ നേരിടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.